എവിടെയാ പോണേ? ഹൗസ് ബോട്ടിൽ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ഹൗസ് ബോട്ടിൻ്റെ. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതൊന്ന് കാണണേ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരാൾക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. 10 മിനിറ്റ് നേരത്തേക്കാണ് കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. എന്നാലും നമ്മൾ കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എല്ലാവരും കൂടി പഠിച്ച് കയറിയൊക്കെയാണ്. 7 പേരുടെ ഒരു സ്പീഡ് ബോട്ടായിരുന്നു. നമ്മൾ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പീഡ് ബോട്ട് റൈഡ് തുടങ്ങട്ടെ കേട്ടോ.
അങ്ങനെ നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ റൈഡ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്നത്തെ ആ ഹൗസ് ബോട്ട് ഫുള്ളിൽ ആ സ്പീഡ് ബോട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമായത്. നല്ല അടിപൊളിയായിട്ട് അയാൾ ഓടിക്കുകയും ചെയ്തു. നമ്മളിങ്ങനെ കറക്കാൻ പറയുമ്പോൾ തന്നെ പുള്ളി കറക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ജേണി. നല്ല അടിപൊളിയായിരുന്നു. 10 മിനിറ്റ് പക്ഷേ പെട്ടെന്ന് തീർന്നു പോയതുപോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുവാണ്. അപ്പോൾ അവിടേക്ക് ഒതുക്കി അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ളത് ഓരോന്നോരോന്നായിട്ട് ആ ചേട്ടൻ കൊണ്ടുവന്ന് വിളമ്പാനായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിയൽ, അച്ചിങ്ങ, മോരുചാറ്, ക്യാബേജ്, മീൻകറി, പിന്നെ മീൻ വറുത്തത്, അതെല്ലാമായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മൾക്കൊരു കള്ള് ഒരു ചെത്തുകാരനായിട്ട് കള്ള് ഷാപ്പല്ല, ആൾ ബോട്ടിലിങ്ങനെ ചെത്തിയിട്ട് കള്ളിങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വണ്ടി നിർത്തിയത്. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് നമ്മൾ കള്ളും കൂടെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ചധികം നേരം ഞങ്ങൾ നിർത്തിയിട്ടായിരുന്നു ഫുഡ് കഴിച്ച് തീരാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് പിന്നെ അതുമല്ല വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്കും തിരിക്കുന്ന ആ സംഭവത്തിൻ്റെ എന്തോ ഒരു സംഭവം ടപ്പേന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ് കേട്ടു. അപ്പോൾ പിന്നെ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് വണ്ടി ഒതുക്കി നിർത്തിയത്. ഇതുപോലെ ഒന്ന് കറക്കിയതാണ്. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല. പിന്നെ ആ സംഭവം ഇങ്ങനെ ഫുള്ള് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ തിരിയുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ എന്തോ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. കറക്റ്റ് നമ്മൾ ഫുഡ് കഴിച്ച് തീർന്നപ്പോഴേക്കും നമ്മുടെ സംഭവം റെഡിയായി. ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ഇങ്ങനെ വഞ്ചിക്ക് ആൾ കള്ളിങ്ങനെ വന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല മധുരമായിരുന്നു ആ കള്ളിന്. കുറേ പേര് അവിടെ അടുത്തുള്ള ബോട്ടിൽ നിന്ന് എല്ലാവരും കുറേ പേരുകൾ ഇങ്ങനെ വന്ന് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് നമ്മൾ കുറച്ച് പേരായിട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ചോറ്, സാമ്പാർ, മോരുചാറ്, മീൻകറി, അച്ചിങ്ങ, അവിയൽ, ക്യാബേജ്, പപ്പടം, അച്ചാറ്, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നോൺ വെജ് ഉള്ളതുകൊണ്ട് തന്നെ വെജിലോട്ട് അധികം ആൾക്കാർ പോകുന്നുണ്ടായില്ല. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതും മറന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെജിലോട്ട് അധികം ആൾക്കാർ പോകുന്നുണ്ടായില്ല, എല്ലാവരും നോൺ വെജ് ആയിരുന്നു. അതുപോലെ കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഓരോരുത്തർ ഓരോ സൈഡിലോട്ടായി ഓരോ റൂമിലൊക്കെ പോയി കിടക്കാൻ തോന്നുന്നു. നല്ല ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ ഉറക്കം വരലായിരുന്നു. എന്നാലും ആരും ഉറങ്ങാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ മുറിയിലൊക്കെ ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഉറങ്ങിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ആ പുള്ളി മറ്റേ ചാവറച്ചൻ്റെ വീട്ടിൽ നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്താനായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമായിട്ടാണ് ഇറങ്ങിയത്. എല്ലാവരും തന്നെ ഇറങ്ങിയില്ല, വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയില്ല. പിന്നെ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടപ്പുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറായിട്ടും പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് അടുത്തോളം നടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നടന്ന് പോകുന്ന ആ ഏരിയകളും അവിടെയുള്ള വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. എല്ലാം താഴ്ന്ന പ്രദേശമാണ്. പിന്നെ കുറേ പാടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ചാവറച്ചൻ താമസിച്ച വീടായിരുന്നെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അത് അവർ മേക്ക് ഓവറൊക്കെ ചെയ്ത് അവിടെ ഒരു പള്ളിയും പിന്നെ ഒരു റൂം മാത്രം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പൊക്കത്തൊരു മ്യൂസിയമൊക്കെ ഉണ്ടായിരുന്നു. മ്യൂസിയമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇതിൽ കൂടെ പോയിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുന്ന ആ ഒരു മുറിയാണ് കേട്ടോ. ആ ഒരു മുറിയിലാണ് അച്ഛൻ താമസിച്ചത്, കിടന്നതെന്നൊക്കെയാണ് പറയുന്നത്. ആ മുറിയുടെ ഉള്ളിൽ കയറാൻ നല്ല രസമാണ്. ഭയങ്കര ഒരു കൂളിംഗ് ആണ്. നമ്മുടെ ഹൈറ്റ് കറക്റ്റ് നിൽക്കുന്ന രീതിയിലാണ്. ഈ ഒരു മുറിയിലാണ് കിടന്നതെന്നൊക്കെയാണ് പറയുന്നത്.
ഭയങ്കര ഒരു ഇരുട്ട് മുറിയാണ്. നമ്മളൊരു ലൈറ്റ് അവിടെ ഉണ്ട്. ആ ലൈറ്റ് ഇടുമ്പോഴാണ് ആ ഒരു വെട്ടം വന്നില്ലെങ്കിൽ ഭയങ്കര ഇരുണ്ട് കിടക്കാണ് കേട്ടോ. ഒരു ഉള്ളിലോട്ട് ഇങ്ങനെ കുനിഞ്ഞ് കാണുമ്പോഴും ഭയങ്കര ഒരു നല്ല രസമാണ് അത് കാണാൻ. ആ മുറിയുടെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര ഒരു തണുപ്പുമുണ്ട്. ആ ഒരു പഴയ രീതിയിൽ തന്നെ അവർ പെയിൻ്റൊക്കെ അടിച്ച് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം ഇങ്ങനെ വെച്ചേക്കുന്നതാണെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്ത് കൂടെ ഒരു വാതിലുണ്ട്. അവിടെ ചാവറയച്ചൻ ജനിച്ച മുറി എന്നാണ് പറയണേ. അതിൻ്റെ ഉള്ളിലും അച്ഛൻ ഉപയോഗിച്ച സാധനങ്ങളും എല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പഴയ രീതിയിലുള്ള വീട്, ആ ഒരു ഓലപ്പര, അങ്ങനത്തെ പഴയ രീതിയിൽ തന്നെയാണത് ഇപ്പോഴും. അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. തറയൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവിടെ കുറേ ഫോട്ടോസ്, ഇങ്ങനെ ആൾക്കാർ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള കുറേ ഫോട്ടോസുകളും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അച്ഛൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ ഒരു തിരുശേഷിപ്പും ബൈബിളും പിന്നെ ഒരു ഔസ്യപിതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോണ വഴിയാണ്. ബോട്ടിലിട്ട് തിരിച്ച് പോണ വഴി ഇതേപോലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു അവിടെ കാണാൻ. ഞങ്ങൾ ചെറിയ വീഡിയോയും റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മുടെ ബോട്ടിൽ കയറി. ഇവിടെ തന്നെ കുറേ ഷൂട്ടിങ്ങുകളുണ്ട്. പിന്നെ ഈ തോടിനകത്ത് ശർക്കര അങ്ങോട്ട് കുറേ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ പഠിച്ചു. അതുകൊണ്ട് അടുത്തത് ആ ഊരിന്റെ വീടാണ് മറ്റേ കുട്ടനാടൻ മാർപ്പാപ്പയ്ക്കത്. ഇത്തവണ വള്ളംകളി മറ്റേ നെഹ്റു കഴിഞ്ഞാൽ ഒരു വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതിവിടെയാണ്. അവിടെ ഫിനിഷിംഗ് പോയിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 മിനിറ്റ് എന്റെ ഞാൻ കയറാൻ പോവാ. ഇച്ചിരി റിസ്ക്കാണ്. നമ്മുടെ പഴയ നല്ല രീതിയിൽ കിടക്കാണ്, കുഴപ്പമില്ല. ഓവറായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാ ബോട്ടും ഇതിലേ പോകും. ചെറിയ ബോട്ടുകൾ മാത്രമേ പോകും. അപ്പത്തെ കൂടെ വലിയ ബോട്ടുകളൊന്നും പോകുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ വഴിയിൽ റോഡ് വരുന്നുണ്ടായിരുന്നു. ഈ ഐലൻഡിലുള്ള അപ്പം അതിനൊരു നെല്ലാരുടെ സ്ഥലമുണ്ട് ആ കാണുന്നത്. ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ.
അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബ്രേക്ക് അവിടെ കൊണ്ട് പിടിക്കണം. അപ്പോൾ ചിലപ്പോൾ വേറെ ബോട്ടുകൾ ഹലോ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നാണ് സേഫ് ലൈൻ ഇവിടെ ഇറക്കി. അപ്പോൾ ഈ സേഫ് ലൈൻ ഇവിടെ നടന്നു വേനാട്ടുകായാലും ഇവിടെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരപ്പെടുന്നത് കുറച്ച് അപ്പം അതിനുള്ള പ്ലാനായിരുന്നു. ഈ കാറ്റിന് നമുക്ക് അടുപ്പിക്കാൻ പറ്റും. നമ്മൾ ആ കാറ്റിനോട് നമ്മൾ കളിച്ചിട്ട് അത് ആ സ്ഥാനത്ത് നമ്മൾ അടുപ്പിക്കുന്ന സമയത്താണ് ഈ പറയുന്നത്. അപ്പോൾ അത് കാരണം മാറ്റിയിട്ട് അവിടെ കിടന്ന് ഫ്ലോട്ടിൽ പോയുണ്ടോ ആ പോയല്ല ഇവിടെ കിടന്നു. ഇപ്പം ഇതൊരു ബോംബെ കമ്പനിക്ക് കൊടുത്തത് കാരണമാണ് ആ പോയല്ല ഇവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ നമ്മുടെ വൈകിട്ടത്തേക്ക് ചായയും പഴംപൊരിയും ആയിരുന്നു കേട്ടോ സ്നാക്കായിട്ടുണ്ടായിരുന്നത്. പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പഴംപൊരി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് ഏകദേശം അടുക്കാനായി. അപ്പോഴാണ് നമ്മൾ ആ പൊക്കത്തൊരു ഓപ്പൺ എയർ അവിടെ അങ്ങനെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെയിൽ കുറച്ച് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, വെയിലുണ്ട്. പക്ഷെ നല്ല അവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നു. നല്ലൊരു കറക്റ്റ് ഒരു സൺലൈറ്റ് നമ്മുടെ ഫേസിലും കിട്ടും, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് റീലൊക്കെ എടുത്തു അവിടെ അമ്മമാരുടെ. ഈ റീലൊക്കെ നമ്മുടെ ഷോർട്സിലുണ്ട്, കൂടാതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇൻസ്റ്റഗ്രാം ഐ ഡിയൊക്കെ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോയും കൂടെ ചെയ്തേക്കേ. അങ്ങനെ ഇവരെ കൊണ്ട് നമ്മുടെ ട്രെൻഡിങ് സോങ് ഒക്കെ പഠിപ്പിച്ച് ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങ് സെറ്റായിട്ടില്ല, എന്നാലും ഒരുവിധം എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ചിരിച്ച് ചത്ത് വരെ ഡാൻസ് കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തി. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങാൻ പോവുകയാണ് ചെരുപ്പൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ബോട്ടുണ്ട്, അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോയത്. അപ്പോൾ ഇതൊരു വലിയ ബോട്ടായിരുന്നു. ഇവിടെ ഇത് നൈറ്റ് സ്റ്റേക്ക് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ബോട്ടിൽ കൂടെ കയറിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറി തിരിച്ച് പോണ വഴിക്ക് നമ്മുടെ ഡിന്നർ പറഞ്ഞേക്കുന്നത് സിസ്റ്ററിൻ്റെ ഒരു കോൺവെൻറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്നത്. ആ കോൺവെൻറ്റോടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കോൺവെൻറ്റിൽ കയറി ഡിന്നറും കഴിച്ചു നമ്മൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ കൃപാസനം പള്ളി കണ്ടു. അങ്ങനെ ഇവിടെ നിന്ന് വളക്കാൻ വേണ്ടിയിട്ടാണ്, ഹൈവേ കൂടെ അല്ല, നമ്മൾ വേറെ ഷോർട്ട് കട്ട് വഴിയാണ് പോയത്. കൊച്ചി, ആലപ്പുഴ അങ്ങനത്തെ ആ റൂട്ട് വഴിയാണ് നമ്മൾ പോയത്. നമുക്കിപ്പോൾ കോൺവെൻറ്റിൽ നിന്ന് ഫുഡ് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പോണ വഴിക്ക് നമ്മൾ പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയി നമ്മുടെ ട്രിപ്പ് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ട്രിപ്പ് തീരാനായല്ലോ. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റാണ് എല്ലാവരുടെയും മുഖത്ത്. അങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളുടെ വക ഡാൻസ് കഴിഞ്ഞപ്പോൾ ആണുങ്ങളുടെ വക ഗാനമേളയായി. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓരോരുത്തരായിട്ട്. ഇങ്ങനെ ഗാനമേളയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ആ ഒരു ട്രിപ്പ്.
അങ്ങനെ നമ്മുടെ വീഡിയോ ഇത് ഏകദേശം തീരാനായി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തണം, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സിസ്റ്ററും ആൻറ്റിയും കൂടെ നമ്മുടെ ഫോർട്ട് കൊച്ചി വേളയിലാണ് ഇറങ്ങിയത്. പിന്നത്തെ ആൾക്കാർ അമരാവതി ഇറങ്ങി. പിന്നെ എളമക്കര നമ്മൾ വന്ന ലൊക്കേഷനിൽ ആ വഴി തന്നെയാണ് തിരിച്ച് നമ്മൾ ഓരോരുത്തർ ഇറക്കിയിട്ട് പോകുന്നത്. ഇവിടേക്ക് ഇറക്കിയപ്പോൾ ഏകദേശം 9:30 അപ്പോൾ ആ സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 10:30 തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഹൗസ് ബോട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസിലെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ വേണമെങ്കിൽ അതിലും കൂടെ കണ്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്തണം. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.